ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ആഴം മനസ്സിലാകുന്നത് സ്നേഹിക്കപ്പെടുന്നതിന് വേണ്ടി എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെയാണ് അമ്പിയാക്കൾ സാധാരണ ആളുകളിൽ നിന്ന് വിഭിന്നരാകുന്നത്. പ്രത്യേകിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിന്റെ സായം സന്ധിയിൽ ലഭിച്ച പൊന്നുമകനെ മക്കയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ വിജനമായ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് അവസാനിച്ചില്ല. ഓടി നടക്കുന്ന ഇസ്മായിൽ എന്ന പൊന്നുമോനെ സ്വന്തം കൈകൊണ്ട് തന്നെ അറുക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചപ്പോ ഇബ്രാഹിം നബി അതിനും തയ്യാറായി. ഇതാണ് കറകളഞ്ഞ സ്നേഹവും വിധേയത്വവും. ഇതിന്റെ അനുസ്മരണമാണ് ഉലുഹിയ്യത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ കർമ്മം. അവിടെ ബലി കഴിക്കപ്പെടുന്നത് മൃഗങ്ങളല്ല, മറിച്ച് നമ്മുടെ മനസ്സുകളെ പിടികൂടിയിട്ടുള്ള ഈഗോയാണ്, അഹങ്കാരവും ആർത്തിയുമാണ്. അപ്പോൾ മാത്രമാണ് അള്ളാഹു അതൊരു ഇബാദത്തായി പരിഗണിക്കുന്നത്. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, അറുക്കപ്പെടുന്ന മൃഗങ്ങളുടെ രക്തമോ മാംസമോ എന്നിലേക്ക് എത്തില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഭക്തി മാത്രമാണ് എന്നിലേക്ക് എത്തുക. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. വല്ലുപ്പയുടെ കാലം മുതൽ പാരമ്പര്യമായി നടന്നു വരുന്ന ഒരു ചടങ്ങ് എന്ന നിലയിലാണ് ഉലുഹിയ്യത്ത് അറുക്കുന്നതെങ്കിൽ, മഹല്ലിലെ ഏറ്റവും വലിയ പോത്ത് എന്റേതാകണം എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഉലുഹിയ്യത്ത് കർമ്മം നടത്തുന്നതെങ്കിൽ, പള്ളിയിൽ എല്ലാവരും ഷെയർ കൂടുമ്പോൾ ഞാനും കൂടിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ചിന്തയിലാണ് പണം മുടക്കുന്നതെങ്കിൽ, ഉലുഹിയ്യത്തിന്റെ ഒരു ഷെയർ കൂടിയാൽ എന്റെ അടുക്കളയിലുള്ള ഫ്രിഡ്ജ് ഇറച്ചുകൊണ്ട് നിറയുമെന്ന ചിന്തയിലാണ് ഉലുഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അതൊന്നും സ്വീകരിക്കപ്പെടുന്ന ഉലുഹിയ്യത്തായി പരിഗണിക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഉലുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം നന്നാക്കേണ്ടത് നമ്മുടെ നിയ്യത്താണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.